പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള ഒരു സന്ധ്യാസമയത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ ഭുജബലത്താൽ കർത്താവിൽ ഞങ്ങളെ വിടിവെച്ച് നിന്റെ പ്രായശ്ചിത്തം ഹേതുവായി നീ ഞങ്ങളെ സൗജന്യമായി നീതീകരിച്ച് നിന്റെ കൃപയുടെ ബഹുത്വ പ്രകാരം നിന്റെ നീതി നിമിത്തം വിടിവെച്ച് നിന്റെ മഹാശക്തി ദിനംപ്രതി കാക്കുന്ന നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. തിരുവഴുത്തുള്ള ധ്യാനിപ്പാൻ കൃപ നൽകിയാട്ടെ. ഈ ശബ്ദം കടന്നു ചെല്ലുന്ന ഓരോ വ്യക്തികളിൽ മേൽ, പരിസരങ്ങളിൽ മേൽ, അവരുപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ മേൽ നിന്റെ കരത്തിൻ്റെ വല്ലഭത്തും വെളിപ്പെടട്ടെ കർത്താവേ. തിരുവഴുത്തുള്ള ഗ്രഹിപ്പാൻ ആ പുനരുദ്ധാന ശക്തി അനുഭവിച്ചറിയുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപികൾ മാനസാന്തരപ്പെടുവാൻ ഇടയാകട്ടെ കർത്താവ്. ബലഹീനർ ശക്തി പ്രാപിക്കാൻ ഇടയാകട്ടെ. പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ഇടയാകട്ടെ. ജയത്തിൻ്റെ ഉല്ലാസത്തിന് ഘോഷനീതിമാന്മാരുടെ കൂരാരങ്ങളിൽ തരുന്ന നിന്റെ വല്ലഭത്തെന്ന് കണ്ട് യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളെന്ന് പാടുവാൻ കൃപ നൽകിയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി ക്ലേശം അനുഭവിക്കുന്നവരുണ്ടല്ലോ, നിന്റെ കരം രക്ഷിക്കാൻ കഴിയാതെ വണ്ണം നിന്റെ കരം കുറുകിയിട്ടില്ല. കേൾക്കാൻ കഴിയാതെ വണ്ണം കർത്താവ് നിന്റെ ചെവി മന്ദമായിട്ടില്ലല്ലോ. നിന്റെ കൃപ കൊണ്ട് കവിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും ഒരു ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കർത്താവ് കൃപ നൽകിയതോർത്ത് സന്തോഷത്തോടു കൂടി ആയിരിക്കാം. കഴിഞ്ഞ ദിവസം റെക്കോർഡിങ് നടന്നില്ല, എങ്കിലും ഞാനത് പോസ്റ്റ് ചെയ്തിരുന്നു യൂട്യൂബിൽ. ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കുന്ന ഒരു ക്ലാസ് നമ്മൾ ചില മാസങ്ങൾക്ക് മുമ്പ്, മാസങ്ങളല്ല ഏകദേശം വർഷങ്ങളായി, സ്തോത്രം, ടാബർനാക്കിൾ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഞാനൊരു പെർട്ടിക്കുലർ കൺസ്ട്രക്ഷൻ ഓഫ് ആർക്ക് ഓഫ് കവനൻറ്റ് ആൻഡ് മേഴ്സി സീറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ക്ലാസ് ഉണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തിരുന്നു. അത് കാണാൻ സാധിക്കും. അഥവാ ഇനി ആരെങ്കിലും യൂട്യൂബിൽ ഇന്ന് പുതുതായിട്ട് കാണുന്നില്ല അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ പറയുന്നത്. ഞാൻ അധികം ഇൻട്രൊഡക്ഷനിലേക്ക് പോകുന്നില്ല. ആമേ സ്തോത്രം. ക്രിസ്തുവുമായിട്ടുള്ള അവൻ്റെ സഭയുടെ ബന്ധം എന്താണെന്ന് എഫേസ്യ ലേഖനത്തെയും കൊളോസ്യ ലേഖനത്തെ ആസ്പദമാക്കിയ ഒരു പഠനമായിരുന്നു നമ്മൾ ആരംഭിച്ചതും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയായിരിക്കുന്ന സമയത്ത് സഭ എങ്ങനെയാണ് പണിയപ്പെടുന്നത്, സഭ എന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ബന്ധങ്ങളൊക്കെ ശരിക്കും പഠിച്ചിട്ടുള്ള കാര്യമുള്ളൂ. അതിന് നമ്മളെടുത്തൊരു നിഴലായിരുന്നു പഴയ നിയമത്തിൽ സമാഗമന കൂടാരം അല്ലെങ്കിൽ മോശയുടെ കൂടാരം എന്നൊക്കെ വിളിക്കും. ഹല്ലേലൂയ. മരുഭൂമിയിൽ സഭ എന്നൊക്കെയും അവർ വിളിക്കും. സ്തോത്രം. ലക്ഷ്യം എത്രയേ ഉള്ളൂ, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം തന്നെ ഉണ്ടാക്കണം. സ്തോത്രം. വീണ്ടും എബ്രായലേഖനത്തിലെടുത്ത് പറയുന്നത് പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരം തന്നെ അതിനുണ്ടാക്കണം. സ്തോത്രം. സെഫാനോസ് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ പറയുന്നത് സ്തോത്രം, സാക്ഷ്യ കൂടാരമുണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇതിനൊരു പാറ്റേൺ ഉണ്ട്. സ്വർഗത്തിൻ്റെ നിഴലും ആണെന്ന് പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പഠിച്ചു വരുമ്പോൾ ആഴത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്രയേ ഉള്ളൂ, ദൈവത്തിന് വസിപ്പാൻ ഒരു ആലയം, അത് പുതിയ നിയമത്തിൽ സ്തോത്രം ആമേ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന പോലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ആരംഭിച്ച് അഭിഷേകം എന്ന് പറഞ്ഞാൽ മാത്രം പോലെ പ്രവൃത്തിയെല്ലാം ആരംഭത്തിലേ ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ ആഴത്തിനും ഇത് ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ, എന്നാലല്ല സൃഷ്ടിപ്പിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുണ്ടല്ലോ. എന്നാൽ സഭയായിട്ട് ഹല്ലേലൂയ പുതിയ നിയമ സഭയായിട്ട് രൂപം കൊള്ളുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ശുശ്രൂഷ ഏറ്റെടുക്കുമ്പോഴാണ്. അവിടെ തുടങ്ങി ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയമാണ് ദൈവത്തിൻ്റെ മന്ദിരം. സ്തോത്രം. വളരെ ക്ലിയർ ആയിട്ട് 2 സ്ഥലങ്ങളെ കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാവുന്നു നിങ്ങളുടെ ശരീരം. സ്തോത്രം. ഇതിനൊക്കെ നമുക്ക് അധികം വിവരണങ്ങളുടെ ആവശ്യമില്ല. എന്നാൽ നമ്മൾ ഇതിൻ്റെയൊക്കെയും ഈ ആലയം പണിയാൻ തക്കവണ്ണം ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് അവരിൽ നിന്ന് തന്നെ വാങ്ങണം. അതും നല്ല മനസ്സോടെ കൊടുക്കുന്നവരിൽ നിന്ന് തന്നെ വാങ്ങണം, നിർബന്ധത്താലല്ല. എന്തുകൊണ്ടാണ് നിർബന്ധം പാടാത്തത്? അന്ന് അവർക്ക് നിഴലായിരുന്നെങ്കിൽ നമുക്ക് പൊരുളാണ്. നമ്മൾ മോറൽ ഏജൻസാ, ഫ്രീ മോറൽ ഏജൻസാ.
ദൈവത്തിനാകട്ടെ സൈറ്റാനിക് കിങ്ഡത്തിനകത്ത് ഒരു മനുഷ്യർക്കാകട്ടെ ആർക്കും തന്നെയും നമുക്കൊരു പ്രേരണ തരുവാനല്ലാതെ, അതിൻ്റെ അളവ് വളരെ കൂടുതലാണ്, കർത്താവിൻ്റെ പ്രേരണയാണ് ഏറ്റവും കൂടുതൽ. പക്ഷേ നമ്മൾ നിർബന്ധം ചൊലുത്താനോ കമ്പൽസറി ആയിട്ട് അടിച്ചേൽപ്പിക്കുവാനോ സാധ്യമല്ല. അത് മോറൽ ലോയിലുള്ളതല്ല. ദൈവരാജ്യം എക്സിസ്റ്റ് ചെയ്യുന്നത് മോറൽ ലോയിലാണ്. നമ്മുടെ ഹ്യൂമൻ ഗവൺമെൻറ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഫിസിക്കൽ ലോയിലാണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് അല്പമായിട്ടൊന്ന് മനസ്സിലാക്കണം. ഫിസിക്കൽ ലോയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നാം നിയമം അനുസരിച്ചേ മതിയാകുള്ളൂ. അനുസരിച്ചില്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ശിക്ഷയുണ്ട്. ഫോർ എക്സാമ്പിൾ, മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ ഇപ്പോൾ 4 വീലേഴ്സ് ആണെങ്കിൽ ഫ്രണ്ടിലിരിക്കുന്ന 2 പേരും ബാക്കിലിരിക്കുന്നവരും ബെൽറ്റ് ധരിക്കണമെന്നാണ്. 2 വീലേഴ്സ് ആണെങ്കിൽ 2 പേരെ യാത്ര ചെയ്യാൻ പാടില്ല, 2 പേർ കൂടുതൽ യാത്ര ചെയ്യാൻ പാടില്ല. സ്തോത്രം. 2 പേര് ഹെൽമെറ്റ് ധരിക്കണമെന്നാണ്. സ്തോത്രം. ട്രാഫിക്കിൻ്റെ ലൈനുകളുണ്ട്, ട്രാഫിക്കിൻ്റെ സിഗ്നൽസ് ഉണ്ട്. ഇതിനൊക്കെത്തിനും തന്നെയും നിയമമുണ്ട്. ആ നിയമം ലംഘിച്ചാൽ അതിന് തക്കതായിട്ടുള്ള ശിക്ഷയുമുണ്ട്. ആ ശിക്ഷ നടപ്പാക്കുവാൻ തക്കവണ്ണം, പരിശോധിപ്പാൻ നടക്കുവാൻ തക്കവണ്ണം സ്തോത്രം അതിനുള്ള അധികാരികളെയും വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം പല രീതിയിൽ കറക്റ്റായത് പോയത് കൊണ്ട് ഈ ഹ്യൂമൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ഫിസിക്കൽ ഗവൺമെൻറ് ശരിയായ രീതിയിൽ നടക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഓരോരോ രാജ്യങ്ങളിലും മാറി മാറി ഇലക്ഷൻ വരുന്നു, ഒരു ഭരണകൂടം വന്നു, ചിലപ്പോൾ നിശ്ചിത കാലയളവോളം നിൽക്കുന്നില്ല, മാറി വരുന്നു, വീഴുന്നു, കയറുന്നു, പാര വയ്ക്കുന്നു, ഇതെല്ലാം നടക്കുന്നുണ്ട് കറക്റ്റഡായി. എന്നാൽ ദൈവരാജ്യം അങ്ങനെയല്ല. ഇത് എപ്പോഴും ഒരു വിശ്വാസി, നമ്മളിപ്പോൾ ഈ സമാഗമന കൂടാരം വെച്ച് പഠിക്കാനുള്ള കാരണം, ഇതിനകത്ത് പ്രവേശിക്കുന്ന ഒരു വ്യക്തി, അത് വാതിൽ കൂടെ, ഒരു വാതിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ വാതിലിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത് കൂടുതൽ മനസ്സിലാക്കാം. യേശു ക്രിസ്തു എന്ന വാതിൽ മാത്രം. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു എന്ന വാതിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയാനുള്ള കാരണമാണ് നമ്മൾ ഇന്നലെയും ഇന്ന് ചിന്തിക്കാൻ പോകുന്നതും. മനുഷ്യന്റെ അവസ്ഥ എന്താണ്, എന്തുകൊണ്ട് ഒരു അറ്റോൺമെന്റിന്റെ ആവശ്യകത വന്നു, ഈ കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്കൊക്കെ ചിന്തിച്ചിട്ടുള്ളതാണ്. സ്തോത്രം. ഇതിനകത്ത് കടക്കുമ്പോൾ നാം ദൈവരാജ്യത്തിനകത്തേക്കാണ് പ്രവേശിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദൈവരാജ്യത്തെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിലും ഈവൻ സ്നാപ യോഹന്നാൻ തുടങ്ങി നമ്മൾ വായിക്കുകയാണെങ്കിൽ ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് സ്നാപ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു. സ്തോത്രം. മത്തായി സുവിശേഷം 3-ാം അധ്യായം തുടങ്ങി കഴിഞ്ഞാൽ, അപ്പൊ യോഹന്നാന്റെ പ്രസംഗത്തിന്റെ തീം അതായിരുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ, ദ കിങ്ഡം ഓഫ് ഗോഡ് അറ്റ് ഹാൻഡ്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 15-ാം വാക്യം വരെ യേശു ക്രിസ്തു വിളിച്ചു പറയുന്നത്, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ഒരു ഗ്രേഡും കൂടെ കൂടി. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി മുഴുവൻ നാം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ 1-ാം അധ്യായം തുടങ്ങി 28-ാം അധ്യായം അവസാനം വരെ വായിച്ചാലോ ദൈവരാജ്യത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സുവിശേഷത്തെക്കുറിച്ചും കൊണ്ടാണ് അവർ വിവരിച്ചിരിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ ഓരോ പ്രവൃത്തികളും പറഞ്ഞിരിക്കുന്നത് അവർ ദൈവരാജ്യത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സുവിശേഷത്വം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗം നിന്നുപോയി. യേശുവിൽ വിശ്വസിക്കുക ഇഷ്ടംപോലെ, അതായത് ഒരു സോഷ്യൽ വെൽഫെയർ സെന്റർ പോലെയായി. ആശ്വാസത്തിനും സമാധാനത്തിനും ചില നന്മകൾക്ക് ഈ ലോകത്തിന് സുഖകരമായി ജീവിക്കും. ഈവൻ ലീഡേഴ്സ് അടക്കം, ആത്മാക്കളെ നടത്തുന്നവരടക്കം പ്രസംഗത്തിന്റെ തീമും അൾട്ടിമേറ്റ് ഇന്റൻഷനും അതായി മാറിപ്പോയി. ഇതല്ല ദൈവരാജ്യം. ഹിറ്റ്ലറിന്റെ ഒരു ചൊല്ലുണ്ട്, ഒരു നുണയെ ആവർത്തിക്കുകയാണെങ്കിൽ അത് സത്യമാക്കി തീർക്കാം. ഇതിപ്പോ ഹമാസ് ഒക്കെ ഒത്തിരി ശ്രമിച്ചു നോക്കിയത് അതായിരുന്നു. വേൾഡ് വൈഡ് ആയിട്ട് വ്യാജങ്ങൾ പ്രൊപ്പഗണ്ട ചെയ്യുന്ന വലിയ ടീമുണ്ട്. മില്യൺസ് ഓഫ് ഡോളേഴ്സ് അതിന് പുറകെ ചെലവാക്കിയിട്ടാണ് അത് നടത്തിയെടുക്കുന്നത്. അത് ഹിറ്റ്ലർ തുടങ്ങി വെച്ചൊരു പരിപാടിയാണ്. പക്ഷെ അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് നിന്നതുകൊണ്ട് ഒരു പരിധി വരെ ജയിച്ചെന്ന് പറയാറായിട്ടില്ല, ഡിഫെൻഡ് ചെയ്യാൻ പറ്റി. ഇതേ ട്രിക്ക് തന്നെയാണ് സേറ്റാൻ ചെയ്യുന്നത്. പക്ഷെ ഹിറ്റ്ലറിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ വ്യാജം പ്രവർത്തിക്കുന്നവർക്കൊക്കെ മനസ്സിലാകും. ഒരു ശുഷ്കാന്തി ഉണ്ടാകാം. ഒരു കള്ളത്തെ പലയാവർത്തി പറഞ്ഞാലൊന്നും സത്യമാകുകയില്ല. കള്ളം തന്നെയാണ്. സ്തോത്രം. സേറ്റാന് ഒരു പരിധിയുണ്ട്, അവനൊരു അവസാനമുണ്ട്. ക്രിസ്തുവിന് പരിധിയില്ല, അവസാനവുമില്ല. അവൻ ആദ്യനും അന്ത്യനും. ഇത് ശരിക്കും മനസ്സിലാക്കാൻ. അപ്പൊ ദൈവരാജ്യത്തിലെ ദ ലോ ഓഫ് ഗാഡ്, ഇത് മനസ്സിലാക്കാതെ നാം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചെന്താവും?
നാം തെറ്റ് ചെയ്യും. അറിയായ കൊണ്ട് തെറ്റ് ചെയ്താൽ അപ്പോസ്തല പ്രവൃത്തി എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം 17-ാം അധ്യായത്തിൽ, അറിയായ്മയുടെ കാലങ്ങളിൽ ദൈവം ക്ഷമിച്ചു. ഇനി പറയാണ് മാനസാന്തരപ്പെടും. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുമെന്ന് കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. അപ്പൊ ഞാനിത് വളരെ രസമായിട്ട് പറഞ്ഞുള്ളൂ. ദൈവരാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ എക്സിസ്റ്റൻസ് എങ്ങനെയാണ് ദൈവത്തിന്റെ നിയമവ്യവസ്ഥ, അത് നമ്മളൊരു ഗവൺമെന്റ് തലത്തിൽ പഠിക്കണം. അതിനാണ് നമുക്ക് ഹ്യൂമൻ ഗവൺമെന്റ് ഓരോരോ രാജ്യത്തിനും ഡിഫറെന്റ്, അവിടുത്തെ ആൾക്കാരുടെ സ്വഭാവത്തിനനുസരിച്ച് തന്നെ ഡിഫറെന്റ് ലോ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഇവൻ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ കാസർഗോഡ് തുടങ്ങി ട്രിവാൻഡ്രം വരെ ഒന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ മനുഷ്യരുടെ സ്വഭാവങ്ങൾ തന്നെ ഡിഫറെന്റ് ആണ്. ഞാൻ ഇതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ യാത്ര ചെയ്യുന്നതുകൊണ്ട് ഓരോരോ ഏരിയയിലെ ആൾക്കാരുടെ സ്വഭാവങ്ങൾ അറിയാം. അവിടുത്തെ പ്രത്യേകിച്ച് ട്രാഫിക്കിൽ യാത്ര ചെയ്യുമ്പോൾ അതിന് പറ്റിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. അവിടുത്തെ ആൾക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യാം അതിന് പറ്റിയ പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ചിരിക്കുന്നത്. പിന്നീട് അവിടെ കറപ്ഷൻ ഉണ്ട്, എങ്കിലും ഒരു പരിധി വരെ അങ്ങനെയുള്ള പോലീസുകാരെ വെച്ചാലേ പറ്റുള്ളൂ. അതായത് നിയമം പാലിക്കപ്പെടുവാൻ തക്കവണ്ണം, നിയമപരിപാലനം നടത്തുവാൻ തക്കവണ്ണം. സബ്ജക്റ്റിലേക്ക് നമുക്ക് വേഗം കടന്നു വരാം. അപ്പോൾ ദൈവത്തിന്റെ നിയമത്തെക്കുറിച്ച് ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നത് 89-ാം സങ്കീർത്തനം 34-ാം വാക്യം, ഞാൻ എൻ്റെ വ്യവസ്ഥയ്ക്ക് ഭേദഗതി വരുത്തുകയില്ല. ദൈവത്തിന്റെ പ്രമാണം മാറിയാൽ പിന്നെ ദൈവം മാറിയ പിന്നെ അവൻ ദൈവമല്ല. ആ ദൈവത്തിന്റെ ലോക്ക് ഇളവും ചെയ്യാനും സാധ്യമല്ല. കാരണം അവൻ ലോ ഉണ്ടാക്കുന്നതല്ല, ദൈവം ഉണ്ടാക്കിയൊരു ലോ അല്ല അത്. ദൈവരാജ്യത്തിലെ വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിലെ മോറൽ ഏജൻസ്, ദൈവം, ദൂതന്മാര്, മനുഷ്യർ, ഇവർ തമ്മിലുള്ള ബന്ധത്തെ അവിടെ ഹൃദയങ്ങളിൽ നൽകപ്പെടുന്ന, ശ്രദ്ധിച്ച് കേൾക്കണം, ഇവർ തമ്മിലുള്ള ദൈവം മനുഷ്യരുമായിട്ടുള്ള ബന്ധം, ദൈവം ദൂതന്മാരുമായിട്ടുള്ള ബന്ധം, ദൂതന്മാർ മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തെ അവരുടെ ഹൃദയങ്ങളിൽ നൽകപ്പെടുന്നതായിട്ടുള്ള പ്രേരണയ്ക്കനുസരിച്ച് നിയന്ത്രിക്കുന്ന ഒരു നിയമവ്യവസ്ഥയാണ് ഈ ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്. ശരിക്കും മനസ്സിലാക്കുക. ഒരുപക്ഷെ നിങ്ങളിത് കേട്ടിട്ടില്ലായിരിക്കാം. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ദൈവരാജ്യത്തിലെ പ്രജകൾക്കിടയിൽ, പ്രജകൾ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ദൈവത്തെ നമ്മോട് സമനാക്കി നിർത്തുന്നു. നോ, ലോയുടെ ബേസിസിൽ നോക്കുമ്പോൾ ദൈവവും തന്റെ ലോയ്ക്ക് വിധേയപ്പെട്ടവനാണ്, അനുസരിച്ചേ മതിയാകുള്ളൂ. ക്രിസ്തുവും താൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരിക്കെ തന്റെ നിലനിൽപ്പിന് വേണ്ടി താൻ അനുസരിച്ചേ മതിയാകുള്ളൂ. അതാണ് ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിരുന്നു പറയുന്നത്. എന്നാൽ അവന്റെ അനുസരണം കെട്ട മക്കളുടെ മനുഷ്യരുടെ പരിഹാരത്തിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷനായെന്നൊരു തെറ്റതായി പഠിപ്പിക്കലുണ്ട്. ശ്രദ്ധിച്ചു കേൾക്ക. ആദാമിന്റെ ലംഘനത്തിന് ശേഷം മനുഷ്യരെ വിളിക്കുന്നത് അനുസരണക്കേടിന്റെ മക്കൾ എന്നാണ്. എഫെസ്യർ 2-ാം അധ്യായത്തില് അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അപ്പോൾ ആദാമിന്റെ വീഴ്ചയ്ക്ക് തുടങ്ങി ആദാമിന് ജനിച്ച എല്ലാ മനുഷ്യരെയും വിളിക്കുന്നത് ദ ചിൽഡ്രൻ ഓഫ് ഡിസോബീഡിയൻസ് എന്നാണ്. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഏകന്റെ അനുസരണത്താൽ എല്ലാവരും നീതീകരിക്കപ്പെട്ടു എന്നൊരു തെറ്റായ പഠിപ്പിക്കലുണ്ട്. ഇവൻ പെന്തിക്കോസ്തിലും അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. അതിന്റെ ഈ ട്രേസസ് ഒക്കെയും ഇങ്ങനെ വിശ്വാസികളിലേക്ക് ഇടയ്ക്കിടയ്ക്കിട്ട് വ്യാപരിക്കും. യേശുവിന്റെ അനുസരണം കേട്ട മനുഷ്യരുടെ പ്രവർത്തിക്ക് സബ്സ്റ്റിറ്റ്യൂഷനായി, അതുകൊണ്ട് ഇനി അനുസരിക്കേണ്ട ആവശ്യമില്ല എന്നൊരു ചിന്താഗതി തെറ്റായി പഠിപ്പിക്കലുണ്ടെന്നും തെറ്റാണ്. ഓരോ ഇൻഡിവിജ്വലും അവിടെ ഹൃദയത്തിൽ നൽകപ്പെടുന്ന പ്രേരണ അനുസരിച്ചുകൊണ്ട് ഈ ദൈവരാജ്യത്തിലെ വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള ഇന്റർ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ഇതാണ് സഭയ്ക്കകത്ത് പഠിപ്പിക്കുന്നത്. ഈ സഭയ്ക്കകത്താണ് ഇതെല്ലാം പഠിപ്പിച്ചെടുക്കുന്നത്. ഇത് പഠിപ്പിക്കാനാണ് ഈ ലേഖനങ്ങളിൽ കൂടെ തർജ്ജനങ്ങൾ, കറക്ഷൻസ് വന്നിരിക്കുന്നത്, ഉപദേശങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ അനുസരിച്ച് പൂർണ്ണത പ്രാപിക്കാത്ത ഒരു വ്യക്തി അങ്ങ് വരുമ്പോൾ ഉണ്ടാകില്ല, അങ്ങ് പ്രവേശിക്കുകയില്ല. അപ്പോൾ ഒരു ചർച്ചിനകത്ത് ഒരുത്തിന് ഉപദേശം കഠിനപ്പെട്ടാൽ, യേശു ക്രിസ്തുവിനെ കൂടെ തന്നെ 70 ശിഷ്യന്മാരെ 2 പേരുണ്ടായിട്ട് അയച്ചപ്പോൾ യേശുവിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി ഒക്കെ തിരിച്ചു വന്ന് താൻ ഉപദേശത്തിൽ നിന്ന് അല്പമായിട്ടൊന്നുകൂടി ഒന്ന്
ഒന്നുകൂടി ഷാർപ്പൻ ചെയ്യാൻ തുടങ്ങി. എൻ്റെ മാംസം തിന്നാതെ എൻ്റെ രക്തം കുടിച്ചല്ല നിങ്ങൾക്കുള്ളിൽ ജീവനില്ല എന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഇത് കഠിനവാക്ക്. കാരണം എന്താ? കഠിന ഹൃദയരായ യഹൂദന്മാരാ, പരിച്ഛേദനയില്ലാത്ത ഹൃദയമാ. ഇത് കഠിനവാക്കെന്ന് പറഞ്ഞുകൊണ്ട് അവർ വിട്ടുപോയി. ഇത് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവർ പോയി കഴിഞ്ഞപ്പോൾ ബാക്കി 12 പേര് ശേഷിച്ചു. കർത്താവ് അവരോട് ചോദിച്ചു, നിങ്ങൾക്കും പോകരുതോ? നിർബന്ധിച്ചില്ല. അപ്പോഴാണ് പത്രോസ് പറയുന്നത്, നിത്യജീവന്റെ വഴികൾ നിന്റെ പക്കലുണ്ട്, ഞങ്ങൾ നിന്റെ വിട്ട് എവിടേക്ക് പോകും? സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥ നിലനിൽക്കുന്നത് പുസ്തകത്തിൽ എഴുതിയത് കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല, യേശു ക്രിസ്തു വാമൊഴിയായി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല, അപ്പസ്തോലന്മാർ ലേഖനങ്ങളിൽ കൂടെയോ അപ്പസ്തോല പ്രവൃത്തി കൂടെ എഴുതുന്ന കാര്യങ്ങൾ മാത്രമല്ല, അതൊക്കെ അതിന്റെ റിഫ്ലക്ഷൻസ് തന്നെയാണ്. എന്നാൽ ഈ ദൈവരാജ്യത്തിനകത്തുള്ള ഓരോ വ്യക്തിത്വങ്ങളും, ദൈവവും ദൂതന്മാരും മനുഷ്യരും തമ്മിലുള്ള ഇന്റർ റിലേഷൻ, അതിന്റെ ഔട്ട്കം മറ്റൊരുവര് ഏറ്റവും ശ്രേഷ്ഠമായത് നല്ലതെന്ന് എന്ത് കാണുന്നു അത് ചെയ്തു കൊടുക്കുക. അതാണ് അതിന്റെ ഔട്ട്കം. ഫോർ എക്സാമ്പിൾ, ദൂതന്മാരുടെ ഹൃദയത്തിലുണ്ട്. ദൂതന്മാരെ പഴയ നിയമകാലത്ത് മനുഷ്യരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മനുഷ്യരൂപത്തിൽ അയക്കുമായിരുന്നു. അത് 6-ാം അധ്യായത്തിൽ വായിക്കുന്നത്, തങ്ങളുടെ കാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാര് അവരെന്ത് മനുഷ്യരുടെ പുത്രിമാര് സൗന്ദര്യമുള്ളവരെന്ന് കണ്ടുകൊണ്ട് അവരുമായിട്ട് വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അവരിൽ നിന്ന് അതികായികമാരായ മല്ലന്മാരുണ്ടായി. എന്തു ചെയ്തു? അവരുടെ ഉള്ളിൽ കൊടുത്തിരുന്ന നിയമവ്യവസ്ഥ, അതാ പറഞ്ഞിരിക്കുന്നത്, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാര് നിത്യ ന്യായവിധിക്ക് വേണ്ടി ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുക. ലൂസിഫറും സംഘവും ദൈവത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ നടത്തിക്കൊണ്ടിരുന്നവരായിരുന്നു. അവന്റെ ഹൃദയത്തിൽ ലോ ഉണ്ടായിരുന്നു. അവൻ 9 രത്നങ്ങൾ, നമ്മൾ കുറച്ച് രത്നങ്ങളെ കുറിച്ച് പഠിക്കും, അതായത് ദൈവത്തിന്റെ സദ്ഗുണങ്ങളെ കാണിക്കുന്ന 9 രത്നങ്ങൾ ധരിച്ചവനായിരുന്നു. അത്ര ശ്രേഷ്ഠ പദവിയിലിരുന്ന അവൻ അത്യുന്നതനോട് ഞാൻ സമനാകും, നക്ഷത്രങ്ങൾക്ക്, ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ ഞാനോ എന്നൊക്കെ ഹൃദയത്തിൽ ചിന്തിച്ചപ്പോൾ ആ ലോ തെറ്റി, ഉടനെ ശിക്ഷ വന്നു. ഹല്ലേലൂയ. അങ്ങനെ ഒരു രാജ്യത്തിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അവിടെ ലോക്ക് മാറ്റമില്ല, നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതിയിട്ടുണ്ട്. യെരമ്യാ പ്രവചനം വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നതാണ്. ഈ കാലത്തിന് ശേഷം ഞാൻ പുതിയ നിയമം സ്ഥാപിക്കാം, അവിടെ ഹൃദയങ്ങളിൽ ഞാൻ എഴുതും. സ്തോത്രം. ഇതാണ് ചർച്ചിനകത്ത് പഠിപ്പിക്കുന്നത്. കുറെ പാട്ടുകൾ പാടി, കുറെ ഉപദേശങ്ങൾ പറഞ്ഞു, കുറെ ദശാംശം കൊടുത്തു, ഇതൊന്നും ആയില്ല. അൾട്ടിമേറ്റില് ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥയിലേക്ക് നാം കടന്നു വരണം. ഒന്ന് പറഞ്ഞാൽ ഉടനെ കയറി പണങ്ങി ഇപ്പൊ വേറെ ചർച്ച എടുത്തു. ഒരു കറക്ഷന്റെ കാര്യം പറഞ്ഞാൽ ഉടനെ പിണങ്ങി അടുത്ത കൂട്ടായ്മ കയറി, അടുത്ത പാസ്റ്റർ പിടിച്ചു. ഇമ്പോസിബിൾ. പാസ്റ്റർ തെറ്റാണെങ്കിൽ അവനെ ദൈവം കൈകാര്യം ചെയ്യും. ഇപ്പോൾ ഈ കാര്യങ്ങൾ ഹൃദയത്തിൽ ശരിക്ക് വെച്ചിട്ട് വേണം ഈ ദൈവസഭയ്ക്കകത്ത് വ്യവഹരിക്കാൻ. നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? കൊളോസ്യ ലേഖനത്തെയും എഫേസ്യ ലേഖനത്തെയും ആസ്പദമാക്കിയിട്ട് ക്രിസ്തുവും ദൈവസഭയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് പഠിക്കുകയാണ്. അപ്പൊ ഇതിനെ നമ്മൾ പഠിച്ചുകൊണ്ട് വരുമ്പോഴാണ്, സ്തോത്രം, ഈ കൃപാസനത്തെ കുറിച്ച് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. അപ്പോൾ അവരിൽ നിന്ന് ദൈവത്തിന് നിവാസമായി പണിയാൻ ആവശ്യമുള്ള റോ മെറ്റീരിയൽസ്, പൊന്ന്, വെള്ളി, താമ്രം, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ, കതിരമരം, ആട്ടുകൊറ്റന്തോല്, ചുവപ്പിച്ച ആട്ടുകൊറ്റന്തോല്, സ്തോത്രം, പിന്നെ ബാഡ്ജസ്കിന്, പിന്നെ ഖദിരമരം, വിളക്കിനെണ്ണ, സുഗന്ധവർഗങ്ങള്, ഇതെല്ലാം അവർ തന്നെ കൊണ്ടുവരണം. സ്തോത്രം. അപ്പൊ നമുക്ക് അതെല്ലാം ലിറ്ററൽ ആയിരിക്കുമ്പോൾ ഇതിനെല്ലാത്തിന്റെ ആത്മീയ അർത്ഥങ്ങളുണ്ട്. പൊന്നെന്താ നമ്മൾ വിവരിച്ചു, വെള്ളി എന്താണ് വിവരിച്ചു, ഇതിന്റെ ഉപയോഗങ്ങൾ എവിടെ നടക്കുന്നത് നമ്മൾ ചിന്തിച്ചു. പഴയ നിയമത്തില് പുരോഹിതന്മാർക്ക് മാത്രം പ്രവേശിക്കാനും അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതന് മാത്രം പ്രവേശിക്കുന്ന സ്ഥലത്താണ് തിരശീല കീറി. അന്ന് തിരശീല ഉണ്ടായിരുന്നു. കർത്താവിന് കുരിശിൽ കയറുന്ന തിരശീല കീറി. നമ്മൾ നിർത്തിയിരിക്കുന്നത് നമ്മുടെ വീണ്ടെടുപ്പ് വിലയായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ രക്തം പ്രായശ്ചിത്തത്തിന്റെ ബേസിസിലാണ്. അതാണ് നമ്മൾ അടുത്ത ഈ നിയമപ്പെട്ടവും കൃപാസനമായിട്ടുള്ള റിലേഷനിൽ പഠിക്കാൻ പോകുന്നത്.
സ്തോത്രം. അതിന്മേൽ കതിരമരം കൊണ്ട് കതിരമരം വെട്ടിയെടുത്തിട്ട് പാളികളായിട്ട് ചേർത്ത് ഉണ്ടാക്കി അതിന്മേൽ പൊന്ന് പൊതിഞ്ഞ് സ്തോത്രം 5 അന്താഴങ്ങളിട്ട് ലോക്ക് ചെയ്ത് സ്തോത്രം 1/2 ശേക്കൽ വെള്ളിയിൽ മേൽ നിർത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പുമേ നിർത്തിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് പറിച്ചു കൊണ്ടുപോവാൻ ഇതിന് ഒരു പലയെ പറിക്കാൻ ആരെങ്കിലും സാധിക്കുമോ? ഈ 5 അന്താഴങ്ങൾ ഊരണം, ഈ വെള്ളിച്ചൂട് മാറ്റിക്കളയണം, എന്നാൽ പറിക്കാം. അപ്പോൾ യഥാർത്ഥ ഉപദേശത്തിൽ നിൽക്കുകയും 1/2 ശേക്കൽ വെള്ളിയിൽ എന്നെ വീണ്ടെടുത്ത യേശു ക്രിസ്തുവിന്റെ രക്തത്തിലാണ് ഞാൻ ആശ്രയിച്ചിരിക്കുന്നത്. ആ ആ പ്രായശ്ചിത്തത്തിലാണ് ഞാൻ ആശ്രയിച്ചിരിക്കുന്നത്. എന്റെ നീതി പ്രവൃത്തിയല്ല, എന്റെ യാതൊരു പ്രവൃത്തികളാലുമല്ല, അവന്റെ കൃപയാലാണ് രക്ഷ നടക്കുന്നത്. എന്നിൽ നിന്ന് ഡിമാൻഡ് ചെയ്തത് വിശ്വാസം മാത്രം. ഇതിന് ഉറപ്പിക്കുന്നതാണ് ഈ 5 വിധ ശുശ്രൂഷകള്: അപ്പസ്തോലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഉപദേഷ്ടാവ്, ഇടയൻ. ഇതിന് നിന്ന് കഴിഞ്ഞാൽ ഈ ചർച്ചിനകത്ത് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള വിശുദ്ധീകരണം, ഒബീഡിയൻസ് ഇതെല്ലാം ഉണ്ടാകും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പാപിയായ മനുഷ്യന്റെ മേല് ദൈവനീതി വിധിച്ചിരുന്ന ശിക്ഷ എന്ന് പറയുന്നത് എറ്റേണൽ ഡെത്ത്. ഇത് ദൈവരാജ്യത്തിന്റെ ഒരു വ്യവസ്ഥയാണ്. ഏതും തോട്ടം തുടങ്ങി നാം എല്ലാവരും ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്നിട്ടുള്ള, യേശു ക്രിസ്തു ഒഴികെ ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്നിട്ടുള്ള ഏതൊരുവനും ആ പാപത്തിന്റെ ശിക്ഷയ്ക്ക് അർഹരാണ്. എന്നാൽ ആ പാപം ചെയ്ത് അവന്റെ കറപ്റ്റഡ് ആയിരിക്കുന്ന സ്പിരിറ്റിനെ അല്ല നമുക്ക് തന്നിരിക്കുന്നത്. ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ സ്പിരിറ്റ് ആണ്. എന്നാൽ അവന്റെ പാപത്തിന്റെ ശിക്ഷ, അതിന്റെ കോൺസിക്വൻസ് അവന്റെ തലമുറയിൽ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഈ നിയമപ്പെട്ടകം, ഞാൻ പറഞ്ഞിരിക്കുന്ന നിയമപ്പെട്ടകം ഉണ്ടാക്കുന്ന എങ്ങനെയാണ്? കതിരമരം കൊണ്ട് 2.5 മുഴം നീളം, 1.5 മുഴം വീതി, അതിനെ പൊന്നുകൊണ്ട് അകത്തും പുറത്തും പൊതിയണം. വളയങ്ങൾ ഉണ്ടാക്കണം. ഗതിരമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കണം. തണ്ട് വളയത്തിൽ വെച്ച് സ്തോത്രം അതിനകത്ത് നിയമം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് സ്വന്തം വിരൽ കൊണ്ട് എഴുതപ്പെട്ട കൽപ്പനകൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ആരും തൊടാൻ പാടില്ല. തണ്ട് ചുമലിൽ ചുമത്തിട്ട് വേണം തൊടാൻ. അല്ലാത്തതിന്റെ ഇൻസിഡൻസ് എന്തൊക്കെ സംഭവിച്ചത് അവിടെ ഇവിടേക്ക് ആയിട്ട് പല സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് വായിച്ചറിയാൻ സാധിക്കും. നിങ്ങൾ അനേക പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. നമ്മുടെ സബ്ജക്റ്റ് അതല്ല. അതിനെ ആ നിയമപ്പെട്ടകം പറയുന്നത് എന്താ? ഡിവൈൻ ലോ, ദൈവം തന്റെ ഓർബിട്രറി വില്ലിൽ, തന്റെ സ്വേച്ഛാധികാരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ലോ അല്ല. ഇത് ആദ്യം മനസ്സിലാക്കുക. ദൈവത്തിന്റെ സ്വേച്ഛാധികാരത്തിൽ ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് ലോ അല്ല. ഈ ദൈവരാജ്യത്തിലെ പ്രജകൾ തമ്മിലുള്ള റിലേഷൻ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ. ദൈവദൂതന്മാർക്ക് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു മനുഷ്യരുമായിട്ട്. അവരയച്ചിരിക്കുന്ന ഡ്യൂട്ടി ചെയ്യുക, തിരിച്ചു പോകുക. സ്തോത്രം. എന്നാൽ ആ പരിധി വിട്ടപ്പോൾ എന്തായി? നിത്യശിക്ഷ അവരുടെ മേൽ കടന്നു വന്നു. അബ്രാഹാമിന്റെ അടുത്ത് 3 ദൂതന്മാർ വന്നു. അതിൽ ഒരാള് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. മറ്റ് 2 ദൂതന്മാര് അവരെ ഡ്യൂട്ടി ചെയ്തു. വളരെ മോശകരമായ ഒരു സ്ഥലത്താണ് ലോത്ത് താമസിച്ചിരുന്നത്. അവരെ ഡ്യൂട്ടി ചെയ്തു, അവർ തിരിച്ചുപോയി. ഇതേപോലെ മനുഷ്യന്റെ ഉള്ളിലും ഇന്റർ റിലേഷൻ ഉണ്ട്. ദൈവസഭയ്ക്കകത്ത് ഇതിനെ പഠിപ്പിക്കുന്ന അനേക രീതികളുണ്ട്. മനുഷ്യ ശരീരത്തോട് ഉപമിക്കുന്നുണ്ട്. കൃപാവരങ്ങളെ എന്തിനു വേണ്ടി തന്നിരിക്കുന്നു, എന്ത് ഉപയോഗം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തു എന്ന തലയോളം വളരുവാനുള്ള ഉപദേശങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. ദൈവത്തിന്റെ സകല നിറവോളം നിറഞ്ഞു വരണം. ഇതൊക്കെ ചർച്ചിനകത്ത് അവിടുന്ന് ഇവിടുന്ന് കുറച്ച് തരുന്ന എന്തിനാ? നമ്മളെ ക്രിസ്തുവിനോട് സദൃശ്യന്മാരാക്കി, പുത്രനോട് അനുരൂപരാക്കി രൂപാന്തരപ്പെടുത്തി കൊണ്ടുവരിക. അപ്പൊ ഈ ലോ പറയുന്നത്, ഈ ഡിവൈൻ ലോ, അതായത് നിന്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ലോ നീ തെറ്റിച്ചാൽ നിന്റെ മേൽ എറ്റേണൽ ഡെത്ത് ആണ്. അതിനെ ലഘൂകരിക്കുവാനോ മാച്ചു കളയുവാനോ ഇല്ലായ്മ ചെയ്യുവാനോ ദൈവത്തിന് സാധ്യമല്ല. ബിക്കോസ് ദൈവമല്ല ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു പക്ഷേ ഇത് കഠിന വാക്കാണ് തോന്നും, ഇത് ദുരുപദേശമാണെന്ന് തോന്നും. പക്ഷെ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിച്ച് നിങ്ങൾ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവത്തിന് കൂടെ മനസ്സിലാകും. ദൈവം അത് പഠിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അതിന് ആ ദൈവത്തിന്റെ വ്യവസ്ഥ ലംഘിച്ചാൽ
നിത്യമരണമാണ്. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഏദൻ തോട്ടത്തിൽ കാണിച്ചത്. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ലൂസിഫർ സംഘത്തിൽ സംഭവിച്ചത്. ശിക്ഷ ഇളവ് ചെയ്യുകയില്ല, ദൈവം ക്ഷമിക്കുന്നില്ല. എന്നാൽ ദൈവം മനുഷ്യനെ ഇത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ട് ആദാമിന് സംഭവിച്ചപ്പോൾ ദൈവം തന്നെ ഈവനിങ് കടന്നു വന്നിട്ട് മനുഷ്യനോട് ചോദിക്കുകയാണ്, ആദാമേ നീ എവിടെ? ദൈവത്തിന് നല്ലവണ്ണം അറിയാം. പക്ഷെ അവന്റെ റിയാക്ഷൻ കണ്ടോ? എന്നോ സ്തോത്രം, നിന്റെ കാലോച്ചത് കണ്ടിട്ട് ഞങ്ങളിവിടെ വൃക്ഷത്തിനുള്ള ഒളിച്ചിരിക്കുകയാണ്. ഉടനെ ക്വസ്റ്റ്യൻ, തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നോ? ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ പോരെ. എന്നോട് കൂടി ഇപ്പൊ നീ തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു. ഈ സ്വഭാവം നമ്മളിൽ ഇന്നും വ്യാപരിക്കുന്നുണ്ട്. കർത്തൃമേശ എടുക്കുന്ന വ്യക്തികൾ വ്യാപരിക്കുന്നുണ്ട്. തെറ്റ് ചെയ്താൽ അത് അംഗീകരിക്കില്ല. ശിക്ഷ എന്തെന്നറിയാമോ? നിത്യമായ മരണം. അതാ പറഞ്ഞത്, ലോ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. ആ ലോക്ക് മാറ്റുവാൻ, ഇളവ് ചെയ്യുവാൻ ദൈവത്തിന് സാധ്യമല്ല. ഹൃദയത്തിലൊന്നും വായിൽ നിന്ന് പുറത്ത് വേറെ ഒന്നും ആകരുത്. അതാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഹൃദയം നിറഞ്ഞല്ലോ വായി സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈ ഇതിന് ചേഞ്ച് എങ്ങനെ വരുത്താൻ പറ്റും? നിയമം വളരെ കർശനമാണ്. തെറ്റ് ചെയ്താൽ നിത്യമായ മരണം. സ്തോത്രം. അതിന് ദൈവം തന്നെ മനുഷ്യനെ സംഭവം ദൈവത്തിന് അറിയാം. പിന്നീട് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ കായിന്റെ ഇടം വരുമ്പോൾ ആബേലിനെ കൊന്നിട്ട് ചോദിക്കുന്ന, നിന്റെ അനുജനായ ആബേൽ എവിടെ? ചോദ്യത്തിന്റെ ഉത്തരത്തിന് ഷാർപ്നെസ് എന്താ? ഞാൻ എൻ്റെ അനുജന്റെ കാവൽക്കാരനോ? അതും കുറച്ചും കൂടി ലഘുവായിട്ട് സംസാരിച്ച്. കായിന്റെ കാലം വന്നപ്പോൾ കുറച്ചും കൂടി ഷാർപ്പായി. എന്താ? ഞാനും തന്നെ അനുജന്റെ കാവൽക്കാരനോ? ശിഷ്യന്മാര് യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം തുടങ്ങി വായിച്ചാൽ, തന്നിൽ വിശ്വസിച്ച് യഹൂദന്മാരുടെ കർത്താവ് പറയാണ്, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ സാക്ഷാൽ എൻ്റെ ശിഷ്യന്മാരാകും. വിശ്വസിച്ചവരായ യഹൂദന്മാരോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വചനം വേണമെങ്കിൽ എടുത്ത് വായിക്കാതെ, നമ്മുടെ ക്ലാസ് ഞാൻ ഷോർട്ടൻ ചെയ്യാനായിട്ടാണ് വചനം എടുത്ത് വായിക്കാത്തത്. വിശ്വസിച്ചവരായ യഹൂദന്മാരോട് പറയാണ്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ സാക്ഷാൽ എൻ്റെ ശിഷ്യന്മാരെ. ഉടനെ അവരെ ഹൃദയത്തിലിരിക്കുന്ന ആ യഹൂദ പാരമ്പര്യം പൊങ്ങി, ഞങ്ങൾ ഇതുവരെ ആർക്കും അടിമകളായിരുന്നിട്ടില്ല, എന്നിട്ട് നീ പറയുന്ന ഞങ്ങൾ സ്വതന്ത്രമാകുന്നു. ഈജിപ്റ്റ് തുടങ്ങിയ അടിമത്തം 5 അടിമത്തങ്ങൾ കഴിഞ്ഞു. ഈജിപ്റ്റ് ഇവിടെ വന്ന് ബാബേലിലേക്ക് പോകേണ്ടി വന്നു. മേദോ പെർഷ്യ, അതിനിടയ്ക്ക് ഗ്രീസ്, റോമ. ഇപ്പൊ റോമിന്റെ അടിമത്തിന് കിടക്കുക. എന്നിട്ട് പറയാണ് ഞങ്ങൾ ആർക്കും അടിമകളായിരുന്നിട്ടില്ല. സ്വഭാവം കണ്ട ആരാ? വിശ്വസിച്ചവന്റെ സ്വഭാവ. എന്നെ പോലുള്ള ബലഹീനരായ പാസ്റ്റർമാരെല്ലാം നിൽക്കുന്നത്, യേശു ക്രിസ്തു നിൽക്കുന്നത്. സകല ഹൃദയങ്ങളെ അറിയുന്ന യേശു തന്നെ പൂർണ്ണ ദൈവത്തിന്റെ അടുത്താ പറയുന്നത്. കുറച്ചുകൂടിയും കോൺവെർസേഷൻസ്, സംഭാഷണം മുന്നോട്ട് പോയപ്പോ പറയാ, നീ അധികം വിളയൊന്നും വേണ്ട, നീ ആരുടെ പുത്രനാന്ന് ഞങ്ങൾക്കറിയാം, നീ വേശ്യാപുത്രനാ, ഞങ്ങൾ അബ്രാഹാമിന്റെ സന്തതിയാ, ഞങ്ങൾക്ക് മോശ ഞങ്ങളുടെ പിതാക്കന്മാര് മന്ന തിന്നു, നീ എന്താ ഞങ്ങൾക്ക് തരാൻ പോകുന്നത്? സ്വഭാവം കണ്ട ആരാ? വിശ്വസിച്ചവരെന്ന് വരുന്ന സ്വഭാവ. ഇത്തരം സ്വഭാവങ്ങൾ നമ്മളിലുണ്ട്. ഇതൊന്ന് എക്സ്പോസ് ചെയ്യാനാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ദൈവം നല്ലവണ്ണം അറിയാം. ആ ദൈവം തന്നെ മനുഷ്യ സ്വഭാവത്തെ കുറിച്ച് ഞാൻ പറഞ്ഞോളൂ. മനുഷ്യനായിട്ട് അവതരിച്ച് മനുഷ്യന് സ്വയമായിട്ട് രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ലെന്ന് മനസ്സിലായി. മനുഷ്യന്റെ ഹൃദയത്തില് ഏദൻ തോട്ടത്തിൽ വെച്ച് വാഴുന്ന ദൈവ തേജസ് വിട്ടുപോയി. ഇപ്പൊ ആരെ വാഴുന്നേ? പാപം. പാപം എന്ന ഒരു പേഴ്സൺ മനുഷ്യനെ അടിമപ്പെടുത്തി തൻ്റെ ഇഷ്ടം മനുഷ്യനെ കൊണ്ട് നിവർത്തിക്കുന്ന പാപം. ഈ രക്ഷിക്കപ്പെടാത്ത വ്യക്തികളില് ചിന്തകളിൽ കടന്നു വന്ന് വ്യഭിചാര പ്രവൃത്തികള്, സൂയിസൈഡ്, കൊലപാതകങ്ങള്, ഇവൻ ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും ഓവർടേക്ക് ചെയ്ത് ലയം തെറ്റിക്കുന്ന ഒക്കെ ചെയ്യിപ്പിക്കുന്നത് ഈ സാധനം തന്നെയാണ്. സ്തോത്രം. ദൈവത്തിനറിയാം മനുഷ്യന് സ്വയമായിട്ട് ഒരു പ്രവൃത്തിയിൽ കൂടി രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല. അങ്ങനെ ദൈവം തന്നെ, സൃഷ്ടിതാവായ ദൈവം തന്നെ, മോശയ്ക്ക് മുൾപ്പടപ്പിൽ പ്രത്യക്ഷപ്പെട്ടവൻ തന്നെ, മാമരയുടെ തോപ്പിൽ അബ്രാമിന്റെ അടുത്ത് ഇറങ്ങി വന്നവൻ തന്നെ, ഏദൻ തോട്ടത്തിൽ ആദാമിന്റെ അടുത്ത് ഇറങ്ങി വന്നവൻ തന്നെ, അനേക ഇടങ്ങളിൽ വെളിപ്പെട്ടിട്ടുണ്ട്.
അവൻ തന്നെ മറിയയുടെ ഉദരത്തില് ഒരു ക്രോമോസോം തനിക്ക് വേണ്ടി പ്രത്യേകമായി ഒരുക്കപ്പെട്ട ഒരു ശരീരത്തിൽ പ്രവേശിച്ച് സാധാരണ മനുഷ്യരെ പോലെ തന്നെ 9 മാസം തികഞ്ഞിട്ടാണ് മറിയ പ്രസവിക്കുന്നത്. ശരീരവും പ്രാണനും ആത്മാവുമുള്ളവനായിട്ട്, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിട്ട്. അപ്പൊ അവിടെ പിടിച്ചുകൊണ്ടുന്ന ദൈവത്തിന്റെ മാതാവ്. ഇന്ന് പല വിശ്വാസികൾ പാസ്റ്റർമാര് രക്ഷിക്കപ്പെട്ട് ദൈവം ആത്മാവ് ശുശ്രൂഷിക്കുന്ന പോലെ ഇന്നും വിശുദ്ധ മറിയ എന്ന് പറയുള്ളൂ. ഇതൊക്കെ പോട്ടെ, നമ്മൾ സബ്ജക്റ്റ് ഡൈവേർട്ട് ചെയ്ത് പോകുന്നില്ല. നമ്മെ പോലെ പൂർണ്ണ മനുഷ്യനായിട്ട് ജീവിച്ച് എന്നാൽ പാപം ഒഴികെ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനായിട്ട്, നമുക്ക് രക്ഷ നായകനായി, നമ്മുടെ ബലഹീനതകളൊക്കെ തന്റെ മനുഷ്യ ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ട് നമുക്ക് വരുന്ന കഷ്ടങ്ങളിലൊക്കെ നമ്മെ സഹായിപ്പാൻ തക്കവണ്ണം നമ്മുടെ അടുത്ത് വരുന്നവനായി, എത്ര വലിയ കഷ്ടത വന്നാലും അതിനേക്കാളും വലിയ കഷ്ടത അവൻ അനുഭവിച്ച് ആ കഷ്ടതയുടെ രുചി അവന്റെ ശരീരത്തിൽ അനുഭവിച്ചറിഞ്ഞ്, അവന്റെ പ്രാണനിൽ അനുഭവിച്ചറിഞ്ഞ്, ഒറ്റപ്പെടലാകട്ടെ, വേദനയാകട്ടെ, രോഗമാകട്ടെ, ഏതൊരു വിഷയമാകട്ടെ, അവനോട് സമീപിക്കുന്നവരെ, അവനെ ആശ്രയിക്കുന്നവരെ ആശ്വസിപ്പാൻ, സൗഖ്യമാക്കുവാൻ, ബലപ്പെടുത്തുവാൻ, നീ ശത്രുവിന്റെ പോരാട്ടം പറയട്ടെ, പിശാചിനെ ജയിപ്പാൻ, ലോകത്തെ ജയിപ്പാൻ ആഗ്രഹിച്ച് അവന്റെ അടുത്തേക്ക് ചെല്ലുന്നവരെ രക്ഷിപ്പാൻ അവൻ രക്ഷാ നായകനാണ്. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരെ രക്ഷാ നായകനെ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാക്കി. ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി. അങ്ങനെ ദൈവഹിതം പൂർണ്ണമായി അനുസരിക്കാൻ തക്കവേണം, മനുഷ്യനെ പാപത്തിന്റെ ക്ലച്ചിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ തക്കവേണം. ഗസ്സമന തോട്ടം തുടങ്ങി, എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾ ഭരമേൽപ്പിക്കുന്നു പറയുന്ന വരേക്കുള്ള കഷ്ടപ്പാടുകൾ കൂടെയൊക്കെ കടന്നുപോയി. നമ്മുടെ ശരീരത്തിലും ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളോട് പറയുകയാണ്, നിന്റെ വ്യക്തിപരമായ പാപം മുഖാന്തരം നിന്റെ മേൽ ദൈവം നീതി വിധിച്ചിരിക്കുന്ന ശിക്ഷയെ ഇളവ് ചെയ്യാനോ മാറ്റുവാനോ സാധ്യമല്ല എന്ന് അറിഞ്ഞവനായ ദൈവം നിനക്ക് പകരമായി നിന്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലുമുള്ള ശിക്ഷയെ തൻ്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ഏറ്റെടുത്ത് തൻ്റെ ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ തൻ്റെ പ്രാണനും ആത്മാവും നീ പോയി നിത്യമായി ശിക്ഷ അനുഭവിക്കേണ്ട പാതാളത്തിൽ പോയി മരണം അനുഭവിച്ചു. നീ ദൈവത്തിൽ നിന്ന് നിത്യമായി വേർപെട്ടു പോകേണ്ട സ്ഥാനത്ത്, കൈവിട്ടു പോകേണ്ട സ്ഥാനത്ത് തൻ്റെ പുത്രനെ ദൈവം അല്പസമയത്ത് കൈവിട്ടു. അവനെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പറയാണ്, ദൈവനീതി നിന്റെ മേൽ വിധിച്ചിരുന്ന, മാനവജാതിയുടെ മേൽ വിധിച്ചിരുന്ന ശിക്ഷയെ പൂർണ്ണമായി ഇളവ് ചെയ്യത്തക്ക വേണം, പൂർണ്ണമായി മറയ്ക്കുവെന്നൊക്കെ വേണം. ഇതാണ് ഒരു അറ്റോൺമെന്റ്, ഒരു പ്രായശ്ചിത്തം നടന്നു കഴിഞ്ഞു. ആരിതിൽ വിശ്വസിക്കുന്നുവോ അവരെ സൗജന്യമായി നീതീകരിക്കാം. നീതീകരിക്കാന്ന് പറഞ്ഞാൽ പരിശുദ്ധനായ ദൈവത്തിന്റെ അടുത്ത് നേരോടെ നിവർന്നു നിൽക്കാം. റോമാലേഖനം 3-ാം വാക്യം, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം പോലെ പ്രായശ്ചിത്തമാകുവാൻ അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എത്ര വലിയ പാപിയായിക്കോട്ടെ, സ്ത്രീയോ പുരുഷനോ കർത്തവനോ വെളുത്തവനോ ഏത് മതം ഏതും ആയിക്കോട്ടെ, ഒരൊറ്റ നീ മനുഷ്യനാണോ നിനക്ക് വേണ്ടി മാത്രമാണ് പ്രായശ്ചിത്തം. ദൂതന്മാർക്ക് വേണ്ടി പ്രായശ്ചിത്തം നടന്നിട്ടില്ല. ഇതിനെ കാണിക്കുന്നതാണ് ഈ കൃപാസനത്തിന്റെയും നിയമപ്പെട്ടകത്തിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. നിയമപ്പെട്ടകം 2 അടി നീളം 1 അടി വീതിയുള്ളത് പോലെ തന്നെ കൃപാസനത്തെ, ക്രിസ്തുവിനെ കാണിക്കുന്ന കൃപാസനത്തെ അതിനെ മറക്കുകയാണ് ചെയ്യുന്നത്. സെയിം ഡയമെൻഷനിൽ അതേപോലെ തന്നെ പൊന്നുകൊണ്ട് പൊതിഞ്ഞ് ആ നിയമപ്പെട്ടകത്തെ മറയ്ക്കുകയാണ് എന്ന് പറഞ്ഞാൽ മാനവജാതിയുടെ മേൽ സദാ ശിക്ഷ ചുരത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കൃപാസനം, ക്രിസ്തുവിന്റെ പ്രായശ്ചിത്തം ആ ശിക്ഷയെ മറയ്ക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റോമാലേഖനം 3-ാം അധ്യായത്തിൽ ദൈവം തന്ന വാഗ്ദത്തം, അല്ലെങ്കിൽ അനേക സ്ഥലങ്ങളുണ്ട്. യോഹന്നാൻ സുവിശേഷം 3:16 പറഞ്ഞിരിക്കുന്നത്, തന്റെ ഏകജാതന്റെ പുത്രനെ വിശ്വസിക്കുന്ന ഏവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തക്കവണ്ണം അവൻ നൽകുന്ന ദൈവം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ ഇത് വളരെ ഈസിയായ ഒരു കാര്യമാണ്. കർത്താവ് പാപങ്ങളുടെ പരിഹാരമായിട്ട് മനുഷ്യനായിട്ട് അവതരിച്ചു, മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. വിശ്വസിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഈ വിശ്വാസത്താൽ നിന്റെ പാപത്തിന് ക്ഷമ കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിശാചുകളോട് ദൈവം ക്ഷമിക്കേണ്ടി വന്നേനെ. അവരിത് അറിയുന്നത് വിശ്വസിക്കുകയും ചെയ്തു, വിറയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ നിന്റെ ഹൃദയത്തിലൊരു മരണം വ്യാപരിക്കുന്നുണ്ട്. ആ നിന്റെ ഹൃദയത്തിൽ വ്യാപരിക്കുന്ന മരണത്തെ നീക്കി ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ ഉയർക്കണം.
മനസ്സിലാവുന്നുണ്ടോ? ഇത് മനസ്സിലാക്കുവാനാണ് നീ ഇത്രയും ഡീപ്പായിട്ട് കാര്യം പറയണേ. കുഞ്ഞെ, നിന്റെ ഹൃദയത്തിൽ ഒരു മരണം വാഴുന്നുണ്ട്. നീ ദൈവരാജ്യത്തിലെ മനുഷ്യൻ, ദൈവരാജ്യത്തിലെ വ്യക്തിത്വമാണ്. പക്ഷേ നിന്റെ ഹൃദയത്തിലെ തീരുമാനങ്ങള്, നീ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവരാജ്യത്തിലെ പ്രജകൾ തമ്മിലുള്ള ഇന്റർ റിലേഷനിൽ നീ എവിടെ ബ്രേക്ക് ആയിരിക്കുന്നോ, ഇമ്മീഡിയറ്റ് ദൈവമല്ല, ദൈവനീതി, ഡിവൈൻ ലോ ആണ് നിന്റെ മേൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ദൈവം അത് നടപ്പിലാക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ നിനക്കൊരു ഓഫർ തരികയാണ്. നിന്നിൽ വാഴുന്ന പാപത്തെ നീക്കി, നിന്നിൽ വാഴുന്ന മരണത്തെ നീക്കി നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് വേണമെങ്കിൽ ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കുക. ഇവിടെ ഒരു കാര്യം ചെയ്യേണ്ടി വരും. നിന്റെ സെൽഫ് ഡിസയേഴ്സിനെ നീ തൂത്തുവാരി കളയേണ്ടി വരും. അപ്പോൾ ഓരോ സബ്ജക്റ്റിലും, ഇപ്പൊ പാപം എന്ന സബ്ജക്റ്റ്, പാപത്തെ നിനക്ക് മാറ്റണമെങ്കിൽ പാപം എന്താണെന്നും പാപം എങ്ങനെ നിന്നിൽ പ്രവേശിച്ചെന്നും അതിന്റെ കോൺസിക്വൻസ് എന്താണെന്നും നീ അറിയണം. വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഏക മനുഷ്യന്റെ അന്വേഷണക്കേണ്ടാൽ അനേകർ പാപികളായി തീർന്നു. വചനം ശരിയാ, ഞാൻ വചനം വിശ്വസിച്ചു. നീ അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന്, പാപം നിന്നിൽ എങ്ങനെയാണ് കർത്തൃത്വം നടത്തുന്നത് മനസ്സിലാക്കാത്തോടത്തോളം, എക്സ്പീരിയൻസ് ചെയ്യാത്തോടത്തോളം നീ അതിൽ നിന്നൊരു സേവിയറെ ആവശ്യപ്പെടുകയില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? കഠിന വാക്കായിട്ട് തോന്നില്ല, ആരും ഒഴിഞ്ഞു പോകല്ലേ. പാപം നിന്നിൽ കർത്തൃത്വം നടത്തുന്നുണ്ടെന്നും നീ ഇച്ഛിക്കുന്നതല്ല, നീ ഇച്ഛിക്കാത്ത തിന്മ നീ ചെയ്യുന്നു എന്നും, നിനക്ക് അതിനകത്ത് നിന്ന് യാതൊരു പ്രവൃത്തികളാലും സാൽവേഷൻ രക്ഷപ്പെടാൻ പറ്റുന്നില്ല, നീ അതിന്റെ ക്ലച്ചിൽ അടിമത്തത്തിൽ പെട്ടിരിക്കുകയാണ് എന്ന് നിനക്ക് മനസ്സിലാകാത്തോടത്തോളം നീ അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ ഒരു രക്ഷകനെ അന്വേഷിക്കുകയില്ല. ഇത് നിനക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഇതിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നതാണ് എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ സാധ്യമല്ല. ഇത് ആരംഭിക്കുന്നത് നിന്നെ സ്നേഹിച്ച്, നിന്നെ കുറിച്ച് ഒരു വ്യക്തമായ പദ്ധതിയോടുകൂടെ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കി നിന്റെ തെറ്റായ മാർഗങ്ങളെല്ലാം നിന്റെ പുറത്ത് ഇപ്പോൾ നിന്നോട് സംസാരിക്കുകയാണ്. ഞാൻ നിന്നെ ഈ ഭൂമിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ ഒരു പ്രത്യേക പദ്ധതിക്ക് വേണ്ടിയാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ കഴിഞ്ഞ കാല വഴികളൊക്കെ മറയ്ക്കുമോ? അതൊക്കെ ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ. നിനക്ക് പകരമായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കുക. അപ്പൊ പാപം നമ്മൾ വാഴുന്നുവെന്നും അതിന്റെ അടിമത്വം നമ്മൾ അനുഭവിക്കുകയാണ്. നമുക്ക് ഇച്ഛിക്കുന്ന നന്മ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ദൈവരാജ്യത്തിലാണ് ചർച്ചിൽ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ ദൈവരാജ്യത്തിൽ എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഞാൻ വിട്ടുകൊടുക്കുന്നില്ല. എൻ്റെ സെൽഫ് ഡിസയേഴ്സ് ഞാൻ വിട്ടുകൊടുക്കും. പക്ഷെ എല്ലാ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. യു ആർ ഔട്ട് ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്. ഇതെല്ലാം പഠിപ്പിക്കുന്ന ചർച്ചിനകത്താണ്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവാൻ തുടങ്ങിയ ക്രിസ്തു ദൈവസഭയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പാസ്റ്റർ പറയണ ഞാൻ സമ്മതിച്ചു. പക്ഷെ എന്റെ ചില സെൽഫ് മറിഞ്ഞിരിക്കുന്ന ഡിസയേഴ്സ് ഉണ്ട്. അതിപ്പോ തൊട്ടാ നോ. അപ്പൊ വേറെ ഉപദേശം കൊണ്ടുവരും. അങ്ങനെ ഉപദേശങ്ങൾ വേണ്ട കൊണ്ടുവരാം. പക്ഷെ അൾട്ടിമേറ്റ് ഇന്റൻഷൻ ദൈവരാജ്യത്തിൽ വ്യക്തിത്വങ്ങൾ തമ്മിൽ, പ്രജകൾ തമ്മിൽ ഡു ദ ബെസ്റ്റ് ഫോർ അതേഴ്സ്. നിനക്ക് അവിടെ ത്യാഗം സഹിക്കേണ്ടി വരും. ഇതാ ക്രൂശിൽ പ്രദർശിപ്പിച്ചത്. നിനക്ക് നിന്റെ സെൽഫിനെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ആ വ്യക്തിക്ക് നന്മ ഏതാണെന്ന് കണ്ടിട്ട്, അവൻ ദൈവരാജ്യത്തിൽ വസിക്കത്തക്കോട് നന്മ ഏതാണെന്ന് കണ്ടിട്ട് നിന്റെ സെൽഫിനെ നിനക്ക് അവിടെ ക്രൂസിഫൈ ചെയ്യേണ്ടി വരും. സ്തോത്രം. അപ്പോൾ ദൈവം മാനവജാതിയുടെ മേൽ വാഴുന്ന പാപത്തിന്റെ ഇളവിന് വേണ്ടി ചെയ്യേണ്ട അറ്റോൺമെന്റ് നടത്തി പുത്രനെ മരിച്ചവടെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് പരസ്യമായി നിർത്തി. ഇത് വിശ്വസിച്ചാൽ നിനക്ക് പാപമോചനം കിട്ടുന്നു. പാപം നിന്റെ മേലെ ഉള്ള പാപത്തിന്റെ ശിക്ഷയെ മറക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നിനക്ക് ക്രിസ്തുവിൽ വസിക്കണമെങ്കിൽ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കണമെങ്കിൽ നിന്നിൽ വാഴുന്ന പാപ സ്വഭാവം, അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് ശരിക്കും പരിശുദ്ധാത്മ മനസ്സിലാക്കി തരുമ്പോൾ നീ തളരും. പല പല ഉപായങ്ങളും പല എഗ്രിമെന്റുകളും വയ്ക്കും. ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ല, അങ്ങനെ ചെയ്തോളാം, ഞാൻ ഇനി വഴക്കുണ്ടാക്കിയില്ല, അത് പറയില്ല, ഇത് പറയില്ല, പല. നോ, അൺലെസ്
നിന്റെ ഹൃദയം പൂർണ്ണമായിട്ടും ഉയർത്തുന്നിട്ട് ക്രിസ്തുവിന് കൈമാറുന്നത് വരയ്ക്കും, നിന്റെ സെൽഫിനെ റിനൗൺസ് ചെയ്തിട്ട് കൈമാറുന്നത് വരയ്ക്കും ഒരു പ്രവൃത്തി നടക്കില്ല. ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ പോകും. ചിലരുടെ ചില സ്വഭാവങ്ങൾ മാറാൻ വർഷങ്ങൾ എടുക്കും. ഓരോ സ്റ്റെപ്പിലും ദൈവത്തിൻ്റെ ആത്മാവ് കഷ്ടതയുടെ ചൂട് കൂട്ടിക്കൊണ്ടേയിരിക്കും. കാരണം എന്താ? ഓരോ ഡിസോബീഡിയൻസും നമ്മുടെ മനസ്സാക്ഷി കഠിനപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ മനസ്സാക്ഷിയിലാണ് ഈ പ്രവൃത്തി നടക്കേണ്ടത്. മനസ്സാക്ഷി കുത്തില്ലെങ്കിൽ എന്ത് ചെയ്താലും ഒരു ദുഃഖമില്ല, ഒരു കുഴപ്പമില്ല. ഞാൻ ആദാം തുടങ്ങി തല്ലി വിശ്വസിച്ച യഹൂദന്മാർ വരെയുള്ള 2-3 ഇൻസ്റ്റൻസ് പറഞ്ഞു അല്ലേ. കൈൻ അനുജനെ കൊന്നിട്ട് ഒരു കുറ്റമില്ലായിരുന്നു എന്ന് ഞാൻ എൻ്റെ അനുജന്റെ കാവൽക്കാരനാ. അതിന്റെ ശിക്ഷ പറഞ്ഞപ്പോ അയ്യോ ഇങ്ങനെ ആൾക്കാർ കൊല്ലും. ദൈവക്കാരുടെ അടയാളം വെച്ചു കൊടുത്തു. മനുഷ്യന്റെ സ്വഭാവം അതാ. ഇതാണ് ഇസ്രായേലിലെ യാത്രയിലൊക്കെ പഠിപ്പിച്ചത്. അപ്പൊ ക്രിസ്തുവിൽ നീ മറയുകയാണെങ്കിൽ, എപ്പോഴും അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നിനക്ക് പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല, കൃപ കൊണ്ട് കവിയും. അതാ റോമാലേഖനം 6:1 പറയുന്നത്. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു നാൾ വരുത്. കൃപ വരികാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പാപം ചെയ്ത ശിക്ഷയില്ല, ശിക്ഷ ഇളവില്ല. ഇതാണ് ഈ കൃപാസനത്തിന്റെയും നിയമപ്പെട്ടകത്തിന്റെയും അറേഞ്ച്മെന്റ് പഠിപ്പിക്കുന്നത്. ഇന്ന് വിശ്വാസ ഗോളത്തിൽ നിന്ന് മാഞ്ഞുപോയി തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടുകയെന്നുള്ള മനോബോധം കടന്ന് എന്തു ചെയ്യുവാൻ സെൻട്രൽ പാസ്റ്റർ ടോപ്പ് തുടങ്ങി താഴെ ഇന്ന് വീട് ജനിച്ച വിശ്വാസയുടെ ഉള്ളിൽ ഇരിക്കുന്നത് ഇതാ. ദൈവം ക്ഷമിച്ചോളും. ദൈവരാജ്യത്തിന് അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. ദൈവരാജ്യത്തിൽ ഇമ്പ്യൂണിറ്റി, അതായത് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടുകയില്ലെന്ന മനോബോധം വരാൻ ദൈവം സമ്മതിക്കുകയില്ല. സമ്മതിച്ചാൽ പിന്നെ വ്യവസ്ഥ നിൽക്കുകയില്ല. നമ്മുടെ ഹ്യൂമൻ ഗവൺമെന്റ് ഫിസിക്കൽ ലോ വാഴുന്നത് പോലെ എല്ലാം മോറൽ ലോക്ക് എക്സ്ക്യൂസ് ഇല്ല. ഇത് ശരിക്കും മനസ്സിലാക്കുക. ഇത് കഠിന വാക്കല്ല. എന്നാൽ ദൈവം കരുണയുള്ളവനല്ലയോ? ദൈവം തന്റെ പുത്രനെ തന്നിട്ടുള്ളതയോ? അവൻ നമുക്ക് പകരം മരിക്കാൻ തയ്യാറായില്ലയോ? ദൈവ സ്നേഹം തന്നെയല്ലയോ? ഇതൊക്കെ കത്തോലിക്ക പഠിപ്പിക്കുന്ന കള്ളോപദേശമാണ്. കള്ളത്തമേ കള്ളം പറഞ്ഞ് മാനവജാതി നരകത്തിലേക്ക് നയിക്കുന്ന സഭാവിഭാഗങ്ങളാണ് അതൊക്കെയും. ഡിവൈൻ ലോ മാറുകയില്ല. പക്ഷേ നീ സ്ലിപ്പായാൽ നിനക്കൊരു വഴിയുണ്ട്. മാനസാന്തരപ്പെട്ട് അതിന്റെ കാര്യം നിന്റെ മനസ്സാക്ഷി തന്നെ നിനക്ക് വെളിപ്പെടുത്തി തരും. അതിൽ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചാൽ ഉടനെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. നിന്റെ ഫിസിക്കൽ ബോഡി ഇവിടേക്കായിരിക്കും, ചർച്ചിലുണ്ടായിരിക്കും, അന്യഭാഷ പറയുന്നുണ്ടായിരിക്കും, പഴയ പാട്ടുകൾ പാടുന്നുണ്ടായിരിക്കും. പക്ഷേ നിന്റെ ഹൃദയം വാഷ ചെയ്യാത്തോളത്തോളം, യേശു ക്രിസ്തു നിന്നെ വസിക്കാത്തോളത്തോളം യു ആർ ഔട്ട് ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്. നിത്യതയിലും ഇപ്പോഴും കർത്താവിനോട് കൂടെ വാഴാൻ പറ്റില്ല. ഇനി നീ ക്രിസ്തുവിന് വാഴാൻ ഇടം കൊടുത്തു, അവനുമായിട്ട് നീ എല്ലാത്തിനും, ഇപ്പൊ ഞാൻ ഒരു റിലേഷൻ കാര്യം പറഞ്ഞുള്ള പാപത്തിന്റെ കാര്യം, ഇനി അനേക കാര്യങ്ങളിൽ നമുക്ക് അവനുമായിട്ട് ഇഴുകിച്ചേരേണ്ട ആവശ്യകതയുണ്ട്. സാധാരണ വിവാഹ ബന്ധത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ, ഹ്യൂമൻ റിലേഷൻ വിവാഹ ബന്ധത്തിൽ പ്രവേശിക്കുമ്പോൾ, ഒരു പുരുഷൻ ഒരു യൗവനക്കാരനും ഒരു യൗവനക്കാരിയും ഓരോരോ കുടുംബങ്ങളിൽ ജനിച്ചു വളർന്നതാണ്. മാതാപിതാക്കന്മാരായിരുന്നു അവരെ ഗാർഡിയൻസ്. ഒരു മൂവ്മെന്റിൽ ആ പെൺകുട്ടി ഇതുവരെയും അധികം പരിചയമില്ലാത്ത ഒരു പുരുഷനുമായിട്ട് ഒരു വിവാഹ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്ന മൂവ്മെന്റ് തുടങ്ങി. ആ ഗാർഡിയൻഷിപ്പ് മാറുക, പിന്നെ പുരുഷനാ, ആ ഭർത്താവാണ് ഗാർഡിയൻ. ഇതുവരെയും വലിയ ബന്ധമില്ല, ഡിഫറെന്റ് കൾച്ചറിൽ വളർന്നു, ഡിഫറെന്റ് സ്വഭാവങ്ങളിൽ വളർന്നു, പല കാര്യങ്ങൾ വളർന്നു. ഇവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്കിട്ടൊക്കെ ചില ക്ലാഷുകൾ ഉണ്ടാവും. വിവാഹ ബന്ധത്തിൽ നടന്നിട്ട് എല്ലാവർക്കും അറിയാം, ദൈവം തന്നെ അനുവദിച്ചിട്ടുള്ളത്. ഇത് ക്ലാഷിൽ കൂടെ പോയി ചെറിയ ക്ലാഷ്, ഒന്നുകിൽ ഡൈവോഴ്സ് ആയിട്ട് പോകും, അല്ലെങ്കിൽ ഒരു ശരീരമായിട്ട് ചേരും. ഇതാണ് സഭയുടെ ഉപദേശം. എന്നാൽ ക്രിസ്തുവുമായിട്ട് ദൈവകുടുംബത്തിൽ ജനിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവുമായിട്ട് വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടിട്ടുള്ള വിവാഹത്തിൽ പ്രവേശിച്ചിട്ടില്ല. ഹ്യൂമൻ ബന്ധത്തില്, വിവാഹ ബന്ധത്തില് വിവാഹത്തിന് ശേഷമാണ് നിരമ്പ് വരുന്നത്. ശരിക്കും മനസ്സിലാക്കണം. ഏത് ജാതിയായാലും ഏതു മതമായാലും ഒരു വിവാഹ ബന്ധത്തിൽ, ഇന്നത്തെ പുതിയ മോഡേൺ വിവാഹങ്ങൾ 1 വർഷം 2 വർഷം അമേരിക്കയിൽ പല ഉടുപ്പുകൾ മാറിയിട്ട് അവസാനമാണ്. ഫിലിപ്പൈൻസിലാണെങ്കിൽ വിവാഹം കഴിക്കേണ്ട സ്ത്രീ പുരുഷന്മാർക്ക്
ബന്ധത്തിലേർപ്പെടാം, കുഞ്ഞുങ്ങൾ ജനിപ്പിക്കാം, വിവാഹമെന്ന് ആവശ്യമേ ഇല്ല. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും വേറെ വേറെ ലോ ഉണ്ട്. ഞാൻ ബേസിക് കാര്യം പറയുകയാണ്. വിവാഹത്തിന് ശേഷമാണ് അവർ നിരന്നു വരുന്നത്. എന്നാൽ ക്രിസ്തുവുമായിട്ടുള്ള വിവാഹം നടക്കാൻ പോകുന്നുള്ളൂ. സ്തോത്രം. വെളിപ്പാടിന്റെ പുസ്തകം 19:6 എന്നാൽ ഇപ്പോൾ വിവാഹ നിശ്ചയം നടന്നിരിക്കുകയാണ്. ഇവിടെയും ഉരസാലുകളൊക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചില ഉരസലുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പാപത്തിന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 16:8 പറഞ്ഞിരിക്കുന്ന പോലെ അവൻ വന്ന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുമ്പോൾ കുറേയൊക്കെ വാദം നടത്തും. ആർക്കും എതിർത്തുകൂടാൻ പറ്റാത്ത ശക്തിയും പരാക്രമത്തോടും കൂടെയാണ് പരിശുദ്ധാത്മാവ് നിന്റെ മുമ്പിൽ വരുന്നത്. ആരാഴ്ച പിതാവ് ആകർഷിച്ചിട്ട് വന്നാണ്. എവിടേക്ക് ആകർഷിക്കുന്ന? പുത്രന്റെ ക്രൂശിലേക്ക്. നിനക്ക് വേണ്ടി പാപയാഗമായി തീർന്ന ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന പുത്രനെ വെളിപ്പെടുത്താൻ റെഡിയായി നിൽക്കുകയാണ്. സർവത്തിന് ലാക്കും കാരണബോധനമായിരിക്കുന്ന പിതാവാണ് പരിശുദ്ധാത്മാവ് എന്ന ഏജൻസിയിൽ കൂടെ നിന്നെ ആകർഷിക്കുന്നത്. ആ സമയത്ത് നീ പല വാദവിഭാഗങ്ങൾ, നിന്നുള്ള ആദാമിന്റെ സ്വഭാവമൊക്കെ വെളിപ്പെടും. നീ എന്നോട് കൂടെ തന്ന സ്ത്രീയാണ് ഈ പരിപാടി എപ്പിച്ചത്, ഞാൻ ക്ലീനാ, ഇതുപോലെ പല ജസ്റ്റിഫിക്കേഷൻസ് നടത്തും. അതുകൊണ്ടാണ്, ഇതുകൊണ്ടാണ്, അങ്ങനെയാണ്, എങ്ങനെയാണ്, കരഞ്ഞു കാണിക്കും, മോങ്ങി കാണിക്കും, ഇതൊക്കെ ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നിന്നെ സ്നേഹിക്കുന്ന പിതാവ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിൽ ക്രൂശിലെ രക്ഷയിലേക്ക് നിന്നെ അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ കുറെ വാദവിഭാഗങ്ങൾ അവസാനമായുധ വർഗം വെക്കും. പ്രഷറെ തരുള്ളൂ, നിർബന്ധിക്കില്ല. പാപത്തിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് നിനക്ക് കാണിച്ചു തരും. കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ കോടി കോടി യുഗങ്ങള് നരകത്തിൽ ബന്ധിരേണ്ടി വരും. അതുകൊണ്ട് അത് അറിയുന്നവനായ ദൈവം ആ കൊടുത്ത വിലയുടെ മഹത്വത്തിനൊത്ത് വേണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏതെല്ലാം ഇടങ്ങളിൽ നിനക്ക് ജ്ഞാനം തരും. സ്നേഹത്തോടെ, ഭീഷണിപ്പെടുത്തിയിട്ടല്ല, സ്നേഹത്തോടെ. കുഞ്ഞത് തെറ്റാ, ഇതല്ലേ ഇങ്ങനെ വന്നത്, നീ ഇങ്ങനെ ചെയ്തുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്, നീ എന്നിൽ ആശ്രയിച്ചത് നിനക്ക് ഞാൻ ജ്ഞാനം തരില്ലായിരുന്നോ, നീ എന്നിൽ ആശ്രയിച്ചത് നിനക്ക് ഞാൻ ബലം തരില്ലായിരുന്നോ, നീ എന്നിൽ ആശ്രയിച്ചത് നിനക്ക് സഹിപ്പാൻ കൃപ തരില്ലായിരുന്നോ, നീ എന്നിൽ പൂർണ്ണമായി ആശ്രയിക്കാത്തത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ നീ ആശ്രയിക്കുന്നെങ്കിൽ നിന്റെ ഇഷ്ടം നടത്തി കിട്ടുവാനല്ലേ നീ ആശ്രയിക്കുന്നത്, എന്റെ ഇഷ്ടം നിറവേറുവാനല്ല നീ ആഗ്രഹിക്കുന്നത്. ഗസമന തോട്ടത്തിലേക്ക് നോക്ക, അതികഠിനമായ യാതന അനുഭവിക്കുകയാണ്. അവിടെ പ്രാർത്ഥന നടക്കുകയാണ്. 3 പ്രാവശ്യം കൂടെ വന്ന 3 പേരോട് പറഞ്ഞു, അവർ ഉറക്കം പിടിച്ചു പോയി. പിതാബെ കഴിയുമെങ്കിൽ പാനപാത്രമെങ്കിൽ മാറ്റണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ഉത്തരം കിട്ടിയില്ല. നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, ഈ ശബ്ദം കേൾക്കുന്ന നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് പിതാവ് ഉത്തരം കൊടുത്തില്ല. അവൻ അല്പസമയത്ത് കൈവിട്ട് പോകണമെന്നുള്ള പിതാവിൻ്റെ ആഗ്രഹം നിന്നെ വീണ്ടെടുക്കുവാനാണ്. നീ എന്നേക്ക് കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഞാൻ ഈ കൃപാസനത്തെയും ഈ ക്ലാസ്സിനോട് നിർത്തുവാണ്. ഞാൻ പറഞ്ഞല്ലോ, മുൻപൊരിക്കലുണ്ടായിരുന്ന ക്ലാസ്സിന്റെ ലിങ്ക് ഇന്നത്തെ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഇട്ടേക്കാം. അത് കണ്ടാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവം അത് നടത്തിയെടുത്തു, പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. ഞാൻ കുറച്ച് നാൾ എൻ്റെ മോഹങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് ഞാൻ വരാം, പെന്തിക്കോസിൽ ചേരാം. നീ തീരുമാനിക്കുന്നതനുസരിച്ച് പെന്തിക്കോസ്തിൽ ചേരാം. പക്ഷേ സ്നേഹിക്കുന്നവനായ ദൈവം നിന്നെ സ്നേഹത്തോട്, ദൈവരാജ്യത്തിൽ ഒന്നിനും കുറവില്ല, ഒന്നിനും കുറവില്ല. ദൈവം അതിശ്രേഷ്ഠമായതാണ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ വിചാരങ്ങളെക്കാളും എൻ്റെ വിചാരങ്ങളും, നിന്റെ വഴികളെക്കാളും എൻ്റെ വഴികൾ ആകാശം ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന പോലെ ഉയർന്നിരിക്കുന്നതാണ്. അവൻ സർവ്വത്തിനും മതിയായവനാണ്. അതുകൊണ്ട് ഹൃദയത്തെ ക്ലീനാക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തരുന്ന ഇടങ്ങളിൽ നിന്റെ സ്വഭാവങ്ങളെ മാറ്റാൻ തയ്യാറായി, റീനൗൺസ് എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ച് അവിടെ ക്രിസ്തുവിന് സ്ഥാനം കൊടുത്താൽ യു വിൽ ബി പെർഫെക്റ്റ്. ദൈവ സമാധാനം നിന്നെ ഭരിക്കും. അതാണ് പറയുന്നത്, നിലവുകളെയും ചിന്തകളെയും ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി കാക്കുമെന്ന് പറയുന്നത്. ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണും. ഭീഷണിപ്പെടുത്തുവല്ല, ദൈവത്തിന്റെ സ്നേഹമാണ് പറയുന്നത്. ക്രിസ്തുവിൽ മറയുക, എപ്പോഴും മറഞ്ഞിരിക്കുക. മറഞ്ഞിരുന്നാൽ അവന് സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ളതുപോലെ അവന്റെ സിംഹാസനം നിന്റെ ഹൃദയത്തിൽ വെച്ച് നിന്നിലും സ്വർഗത്തിലും ഭൂമിയിലും നിന്നിൽ കൂടെ ഭരണം നടത്തും. അത് അനുഭവിക്കാം. ഒന്നുമില്ല, എംപ്റ്റി വേഴ്സൺ. ക്രിസ്തുവിന് വാഴയിടം കൊടുക്കുക.
ദൈവ കർത്താവ് നിങ്ങൾ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ. പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ, തിരുവഴുത്തിൽ ധ്യാനിപ്പാൻ കൃപ നൽകിയില്ല. ചോദിക്കുന്നില്ലെങ്കിൽ അത്യന്തപരമായിട്ട് നീ ഞങ്ങൾ വ്യാപരിക്കുന്നുണ്ട് കർത്താവേ. നീ നടത്തിയെടുത്ത പ്രായശ്ചിത്വത്തിൻ്റെ മഹത്വം ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ഹൃദയത്തെ അവർ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിന്നിൽ വസിപ്പനിടയാക്കിയിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വരവിന് വേണ്ടി ഒരുക്കിയാണ്ട് കർത്താവേ, ഇസ്രായേലിൽ നിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വക്രതയോട് ഇടപെടുന്നവർ നീ വക്രതയോട് ഇടപെടുമാറാകട്ടെ. തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. സ്തോത്രം. താങ്ക് യു.